മലയാളികളുടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് കോമ്പിനേഷനാണ് കപ്പയും ബീഫും അല്ലേ. നല്ല നാടൻ മസാലകൾ ചേർത്ത് വേവിച്ച ബീഫും വെന്ത് കൊഴിഞ്ഞ കപ്പയും കൂടി ഇളക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മണമുണ്ട്. എൻ്റെ പൊന്നോ, അത് കഴിച്ച് തന്നെ അറിയണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് 1 കിലോ ബീഫാണ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി 4-5 ഇഞ്ചി 1 കഷ്ണം, പച്ചമുളക് 2 ചെറുതായി കട്ട് ചെയ്ത്, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ ഒരു ലൈം ജ്യൂസ് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കറിക്ക് ആയതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ബീഫിൽ നിന്ന് തന്നെ നല്ലതായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതിൽ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കപ്പ വേവിക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കിയിട്ട് അത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് കപ്പ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ ബീഫ് ഇത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. എന്നിട്ട് 2-3 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ചെറിയ ഉള്ളി. ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് കേട്ടോ മെയിനായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഒരു 10-15 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനിടയിൽ നമ്മുടെ കപ്പയൊക്കെ അവിടെ വെന്ത് വന്നിട്ടുണ്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1.5 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ. ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കിയ പച്ചമണമൊക്കെ മാറിയ ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫിൻ്റേത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. അതുപോലെ നല്ല കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കുന്ന നല്ലതാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് കുറുകി വരണം ചാറൊക്കെ. അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കുക. ഇനി ചാറ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായിട്ട് വരണം. അങ്ങനെ നമ്മുടെ കപ്പയും ബീഫൊക്കെ നല്ലപോലെ ഒന്നും മസാലയിലൊക്കെ പിടിച്ച് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കഴിക്കുന്നത് പൊറോട്ട കേട്ടോ. പൊറോട്ടയും ബീഫും നല്ല അടിപൊളി ടേസ്റ്റാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി കപ്പയും ബീഫും കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അത്രയും